ഈശോയാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ ദൈവജനമേ, നിങ്ങൾ എല്ലാവരും ദൈവത്താൽ പ്രത്യേകം വിളിക്കപ്പെട്ടവരും തെരഞ്ഞെടുക്കപ്പെട്ടവരുമാണ്. ഒരു താപസ ജീവിതത്തിലേക്ക് കടന്നു പോകാം. ഭക്ഷണത്തിലും വസ്ത്രത്തിലും താപസൻ, തീ പാറുന്ന വാക്കുകൾ കൊണ്ട് അനേകരെ ജ്വലിപ്പിച്ചവൻ. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 3:10 ഇതാ വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വയ്ക്കപ്പെട്ടു കഴിഞ്ഞു. ഫലം തരാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിൽ എറിയപ്പെടും. വീണ്ടും വിളിച്ചു പറയുവാണ്, വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളം വെടിപ്പാക്കി ഗോതമ്പ് അറപ്പുരയിൽ ശേഖരിക്കും, പതിര് കെടാത്ത തീയിൽ ദഹിപ്പിച്ചു കളയും. യേശു വിളിച്ചു പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവനിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനില്ല. മത്തായിയുടെ സുവിശേഷം 11:11 നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് കടക്കാം. നമ്മുടെ ജീവിതം ലളിതമാണോ? ഒരു താപസ ചൈതന്യം അതിൻ്റെ പിന്നിലുണ്ടോ? നമ്മുടെ വാക്കുകൾ അനേകരെ ജ്വലിപ്പിക്കുന്നുണ്ടോ? നാം കത്തുന്ന വിളക്കാണോ? നാം ഫലം അനേകർക്ക് നൽകുന്നൊരു വൃക്ഷമാണോ? അല്ലെങ്കിൽ അനേകർക്ക് ഉപകാരയോഗ്യമായ ഗോതമ്പാണോ? നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാൻ ഈ സമയം വിനിയോഗിക്കാം. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ അനുഗ്രഹിക്കാൻ കാത്തു നിൽക്കുന്നു. ആ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ആമേൻ.